ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പണ്ടിവിടെ ഷോപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പണി പോലും ബിൽഡിങ്ങുകളുണ്ടായിരുന്നു, പക്ഷേ അതിനകത്ത് ഷോപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ അങ്ങ് ഡെവലപ്പായി ഇപ്പോൾ ഭയങ്കരമായിട്ട് സെയിൽസും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഷോപ്പുകളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ താമസിച്ചിരുന്ന ക്യാമ്പിൻ്റെ ഒരു ഏരിയയിലേക്ക് ഞാനിപ്പം എത്തിയിരിക്കുകയാണ്. ആ ക്യാമ്പിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഞാൻ അപ്പുറത്തെ സൈഡിൽ കൂടെ വന്നപ്പോൾ ഫോർ റെൻറ്റ് എന്നും പറഞ്ഞൊരു ഷോപ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അന്നേരം മനസ്സിലായി എനിക്ക് വഴി അവിടെ ഇതായിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് എനിക്ക് അവിടെ കറങ്ങേണ്ടി വന്നത്. അപ്പം ഷോപ്പുകളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് റെൻറ്റിനും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ മറ്റേ ക്യാഷ് തന്നെ വാങ്ങിക്കാനൊക്കെ റെഡിയുള്ള ടീമുകളൊക്കെ ഉണ്ടെങ്കിൽ അവരത് വാങ്ങിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ അടുത്ത് എന്തൊക്കെയാണോ പ്രോപ്പർട്ടീസുകൾ വരാൻ പോകുന്നത് അതൊക്കെ അവർക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ 9 വർഷങ്ങൾക്ക് മുമ്പ് താമസിച്ചിരുന്ന ക്യാമ്പാണ് ആ കാണുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ക്യാമ്പിൽ എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു റൂമിൽ 12 പേരോളം താമസിക്കും ഒരു സൈഡിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഹാളിൻ്റെ വീട്ടിലുള്ള റൂമായിരുന്നു. അതിനെ പാർട്ടീഷൻ ചെയ്യാതെ തന്നെ താമസിക്കും. 18 പേരോളം താമസിക്കുന്നത്. പല ഹിന്ദിക്കാരാണ്, പല മലയാളീസാണ്. അങ്ങനെ ക്യാമ്പിൽ ഒരു പേര് പോലും പുതിയതായിട്ടത് വന്നിട്ടില്ല എന്നുള്ളതാണ്. വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്, സ്റ്റീൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വരേണ്ടത് കണ്ട ഈ വഴിയായിരുന്നു ഞാൻ വരേണ്ടത്. പക്ഷേ ഞാൻ വന്നത് അതിലേക്കൂടെ കറങ്ങിയാണ് ഞാൻ വന്നത്. മനസ്സിലായില്ലേ? അതിലാണ് എനിക്ക് പ്രശ്നം പറ്റിയത്. അപ്പം ഇതാണ് നമ്മളുടെ ആ ഒരു ക്യാമ്പ് എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ വേറെ ആ ടീമുകളാണ് താമസം. നമ്മുടെ ടീമുകളാരും തന്നെ ഇവിടെ ഇല്ല. പണ്ടത്തെ അതേ ഇതിന് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലാതുള്ള ഒരു ക്യാമ്പായിട്ടാണ് എനിക്കതിനെ ഫീൽ ചെയ്യണത്. ഇതേപോലെ തന്നെയാണ്. അപ്പോൾ അന്ന് തെർമോയുടെ വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടം മുതൽ, അതായത് ഈ ഏരിയ മുതൽ അങ്ങ് അറ്റം വരെ തെർമോയുടെ വണ്ടികളായിരിക്കും. കാറ്, അതുപോലെ തന്നെ ബസ്സുകൾ, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് ഓരോ സൈഡിലേക്ക് പോകേണ്ട വണ്ടിയിൽ വന്നിട്ട് നമ്മൾ കയറിയാൽ മതി. അപ്പം 7 മണിക്ക് ഡ്യൂട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇവിടുന്ന് 5:30 പോകേണ്ടി വരും. അതാണ് ആ ബിൽഡിംഗ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ ബിൽഡിങ്ങിൻ്റെ ആ ഗേറ്റിന് പോലും ഇപ്പോഴും ഒരു മാറ്റവുമില്ലാതെ നടക്കുന്നൊരു ഏരിയയാണത്. നമ്മൾ അകത്തേക്ക് കയറാനായിട്ട് പെർമിഷനില്ല. കാരണം ഇവിടെ ഇപ്പോൾ ഏത് കമ്പനിക്കാരാണോ അല്ലെങ്കിൽ ഏത് ടീമുകളാണോ താമസിക്കുന്നതെന്ന് പോലും നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. മനസ്സിലായില്ലേ? അതോടെ പോകുമ്പോൾ അങ്ങേറ്റത്താണ് കാണുന്നതാണ് കിച്ചൺ. അതൊക്കെ നമ്മൾ ഫുഡ് കഴിക്കാനും എല്ലാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ഏരിയയാണ് അതെന്ന് പറയുന്നത്. ഇതൊക്കെ തെർമോയുടെ വണ്ടികളായിരുന്നു. അപ്പോൾ നമുക്കെന്തെങ്കിലും അത്യാവശ്യത്തിന് പർച്ചേസ് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് ഇവിടെ ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പ് വന്നിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഇനി പർച്ചേസ് ചെയ്യുന്നത് മലയാളീസിൻ്റെ ഷോപ്പാണ് കേട്ടോ. ഇപ്പോഴും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. 9 വർഷമായിട്ട് നമ്മളെ മറന്നിട്ടില്ല. ഷോപ്പിപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം.
ഷോപ്പ്, ബിൽഡിങ്ങിൻ്റെ ഷോപ്പാണ്. ഞാൻ ആ ഷോപ്പിലൊന്ന് കയറിയിട്ട് വരാം. കാരണം ചിലപ്പോൾ അവരുടെ വീഡിയോ എടുക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർക്കൊരു ഇതാണ്. ഷോപ്പ് ഗ്രോസറി ഉണ്ട് അവിടെ.